കൗമാരക്കാരായിട്ടുള്ള കുട്ടികളും ചെറിയ കുട്ടികളൊക്കെ ലഹരി ഉപയോഗിച്ചിട്ട് പാരൻസോ ടീച്ചേഴ്സോ കണ്ടെത്താറുണ്ട്. ലഹരി ഉപയോഗിച്ചാൽ പലപ്പോഴും കുട്ടികൾ പറയുക, ഞാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ, ഇത്ര ദിവസമേ ഉപയോഗിച്ചിട്ടുള്ളൂ, ഇങ്ങനെയാണ് ഉപയോഗിച്ചതെന്നൊക്കെയാണ് പുറത്ത് പറയാറുള്ളൂ പേടിച്ചിട്ട്. അപ്പം ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒന്ന്, നമ്മൾ അവർ എത്ര കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള ലഹരിയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്, ഏതൊക്കെ സമയങ്ങളിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതിന്റെ സോഴ്സ് എവിടെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് അറിയണം. കുട്ടികൾക്ക് ശാരീരികപരമായിട്ടുള്ള അടിമത്തം ഉണ്ടോ ആ ലഹരിയിൽ, മാനസികപരമായിട്ടുള്ള അടിമത്തം ഉണ്ടോ, ആ ലഹരിയോടുള്ള ക്രേവിംഗ് ഉണ്ടോ, ഈ ലഹരി കുട്ടിയിൽ എന്തൊക്കെ പ്രശ്നമാണ്, ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് തിരിച്ചറിയാം. അല്ലാതെ കുട്ടി പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുകയാണെങ്കിൽ വീണ്ടും അത്തരം കുട്ടികൾ ലഹരി സംബന്ധമായിട്ടുള്ള സംഗതികളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടിക്ക് ചിലപ്പോൾ നോ പറയാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടാവും, ഇത്തരം കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത്തരം ലഹരികൾ ഉപയോഗിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സൗഹൃദം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവും. എന്ത് കാരണം കൊണ്ടാണ് കുട്ടി ഉപയോഗിക്കുന്നതെന്ന് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് ആ കാരണങ്ങളെ തിരുത്താൻ ശ്രമിച്ചാൽ മാത്രമേ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്